പിന്നെ ചോറ് കൊണ്ട് നിങ്ങൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കി നോക്കിനാ. ചോറ് മാത്രമല്ല അതിലൂടെ പുട്ടുപൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. അരിയൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറുവരിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം. 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും 1/2 ടീസ്പൂണ് പെരുംജീരകവും ഒരു ചെറിയൊരു കഷ്ണം ഉള്ളി ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അധികം അങ്ങ് അരക്കണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നമ്മൾ സാധാരണ നെയ്പ്പത്തിൽ തേങ്ങ ഒതുക്കുന്നില്ല, ആ രൂപത്തിൽ ആക്കിയിട്ടെടുക്കാൻ. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളാറ്റ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല. കുറച്ച് തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പുട്ടുപൊടി എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് തരിയോട് കൂടിയിട്ടുള്ള പുട്ടുപൊടി എടുക്കുക. ഞാനിപ്പോൾ അജ്മീൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമുക്ക് ആ ഒരു അരച്ച ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു മിക്സ് കിട്ടാൻ വേണ്ടിയിട്ടിട്ട്. അപ്പോൾ ഇനി നമുക്ക് സാധാരണ നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നത് പോലെ ഫോയിലോ വാഴയിലയിലോ കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്തിട്ട് കയ്യിൽ വെള്ളയിൽ ഓയിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാനായിട്ടാ. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് കോരിയെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്പ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.